സമയത്തും ഇത്ര ആവേശത്തോടു കൂടി ഇത്രയധികം പേർക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലുള്ള വികാരമാണ്. എൻ്റെ സ്കൂളെന്ന്, ഞാൻ വളർന്ന ഇടമെന്ന്, എന്നെ ഞാനാക്കിയ ഇടമെന്ന് എന്നിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഓർമ്മകൾ തടം കെട്ടി നിൽക്കുന്നതിൻ്റെ തണുപ്പ് അനുഭവിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ കാലാവസ്ഥയെ പോലും വകവെക്കാതെ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെയൊരു ഒത്തുചേരലിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ബഹുമാന്യരായ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. എനിക്കറിയാം, ഞാൻ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി അല്ല. പക്ഷേ ഏകദേശം 6 വർഷത്തോളമായി ഈ നാട്ടിലേക്ക് ഞാൻ എത്തിയിട്ട് അന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഞാൻ തിരൂർക്കാട് സ്കൂളിനെ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ, പരിപാടികൾ ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം വിളിക്കുന്ന ഒരു സ്കൂളാണ്. എല്ലാ കാര്യത്തിനും മാനേജ്മെന്റും അധ്യാപകരും ഒപ്പം ഉണ്ടാവും എന്നതുകൊണ്ട് പണി കുറച്ചെടുത്താൽ മതി എന്നത് തന്നെ ഒരു ആശ്വാസമാണ്. അങ്ങനെ കേവലം ഒരു സ്കൂൾ എന്നതിനപ്പുറത്തേക്ക് ഒരു നാടിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു സെൻറ്ററായി തീരാൻ, ഒത്ത നടുവായി തീരാൻ ഒരു വിദ്യാലയത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു വിദ്യാലയം നേടിയെടുത്തിട്ടുള്ള ഏറ്റവും വലിയ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടുത്തെ വിദ്യാർത്ഥിയല്ല എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇവിടുത്തെ അധ്യാപകരെ കുറിച്ച്, കെട്ടിടത്തെക്കുറിച്ച്, ക്ലാസ് മുറികളെ കുറിച്ച്, ഇവിടുത്തെ പല കഥകളും എനിക്കും അറിയാം. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായ ഒരുപാട് ആൾക്കാരുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടുത്തെ ഒരു പഴയ ഈ സ്കൂൾ ലീഡറാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കഥകളിൽ എനിക്ക് സ്കൂളിനെ അറിയാം. ഇവിടെ എത്തിച്ചേർന്ന മനുഷ്യരിലുണ്ട്, പക്ഷെ ഇതുപോലെ കഥകളാണ് നിങ്ങളൊക്കെ ഇവിടെ ഇരുത്തുന്നത് എന്നുള്ളത്. നോക്കൂ, ഇവിടെ ഒരുപാട് പ്രായം ചെന്ന ആളുകളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കാലാവസ്ഥയെ അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെയൊക്കെ അപ്പുറത്ത് നിർത്തി ഇവിടെ വരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞൊരു വികാരമുണ്ട്, ഒരു ഇമോഷനുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു നാട്ടിൽ ജനിക്കുകയും ജീവിക്കുകയും പിന്നീട് മറ്റൊരു നാട്ടിലേക്ക് കൂടുമാറുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിനകത്താണല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിച്ച, പണ്ടൊപ്പം പഠിച്ച ആളുകളെ കാണുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാവുന്ന ആളുകളെയൊക്കെ നമ്മൾ എന്നും കാണുന്നതല്ല. അതിന് അവസരങ്ങൾ ഉണ്ടാവണം. ഏറ്റവും മനോഹരമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നതിലൊരു സംശയമില്ല. കാരണം ഒരുപാട് ദിവസങ്ങളായി സോമനീറിന് പുറകിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘാടനത്തിന് പുറകിലൊക്കെ ഇവരെ കിടന്ന് ഓടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും മനോഹരമായി ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമുക്കെല്ലാവർക്കും ഓർമ്മകളയവിറക്കാനുള്ള, അതിനപ്പുറത്തേക്ക് ഇനിയുള്ള ജീവിതത്തിലേക്ക്, ഇനിയുള്ള ദിവസങ്ങളിലേക്ക്, ഇനിയുള്ള നാളുകളിലേക്ക് നല്ല ഓർമ്മകൾ സംഭരിച്ചു വെക്കാനുള്ള, കുറേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനുള്ള, അതിലപ്പുറത്തേക്ക് നമ്മുടെ കൂടെ വന്ന മനുഷ്യർക്ക് എന്തൊരു മാറ്റമാണ് അയ്യോ എന്ന് വളരെ സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളൊരു ദിവസമാണ്. ആ ദിവസം ആ സന്തോഷങ്ങളുടെ മാത്രമായിരിക്കണം. ഗംഭീരമായ പരിപാടികൾ ഇനിയും വരാനുണ്ട്. ബഹുമാനപ്പെട്ട അധ്യാപകര്, ഏറ്റവും സീനിയറായ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ ഇരിക്കാനുണ്ട്. ആദരവുകളും ആഘോഷ പരിപാടികളും തുടരട്ടെ. കൂടുതലായിട്ടൊന്നും സംസാരിക്കേണ്ട എന്നത് തന്നെയാണ് ഞാൻ മനസ്സിലെടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഇത് ആ സന്തോഷത്തിന്, നിങ്ങളുടെ പരസ്പരമുള്ള വർത്തമാനത്തിന് വിട്ടുകൊടുക്കേണ്ടുന്ന ഒരു ദിവസമാണ് എന്നുകൂടി വിശ്വസിക്കുന്നു. അതെ, ആ സന്തോഷം ഈ ദിവസത്തിൽ ഡിഫൈൻ നിർവചിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളുടെ ഓർമ്മകൾ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ഒരു അസറ്റ് ആയിക്കൊണ്ട്, ഒരു സമ്പാദ്യമായിക്കൊണ്ട് നിലനിർത്താൻ പണ്ടത്തെ സ്കൂൾ വിട്ട് വരുന്ന നിങ്ങളെ എത്ര സന്തോഷത്തോടു കൂടിയാണോ, എത്ര നിഷ്കളങ്കതയോടു കൂടിയാണോ ആളുകൾ കണ്ടിട്ടുള്ളത്, അതേ നിഷ്കളങ്കതയോടു കൂടി ഇന്ന് സ്കൂൾ വിട്ട് നിങ്ങൾ തിരിച്ചു പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ട ഈ വേദിയിൽ എൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഏവർക്കും നന്ദി. ജയ് ഹിന്ദ്.